സ്വപ്നം കാണാൻ പറ്റാത്തതായ ഈ വിദ്യാഭ്യാസത്തിന്റെ മേഖലകളെ തുറന്നു കൊടുക്കുവാൻ തിരുവല്ല അതിരൂപത ഏറെ പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങളെ മുഴുവനും. ഒരുപക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരെ നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഒരുപക്ഷെ നമ്മളൊക്കെ കാണുമ്പം പറയും അച്ഛനൊരു സ്കൂളിന്റെ വലിയ ആളാണല്ലോ, അതിന്റെ മാനേജറാണല്ലോ പറയപ്പെടുമ്പോൾ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളും സ്കൂളുകളും ഈ കാലഘട്ടങ്ങളിൽ കൊണ്ടു നടക്കുക അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളും മറ്റുള്ളതായ അവരുടെ നന്മകളും അവർക്കുണ്ടാകാവുന്നതായ സ്വപ്നങ്ങളും സ്വപ്ന പദ്ധതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിരൂപത ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളിൽ അവരെ ഏറെ ജാഗരൂകരായി അവരുടെ ശുശ്രൂഷകൾ നൽകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾക്കും ഈ സ്ഥാപനങ്ങളുടെ ചുക്കാൻ ഏറ്റെടുത്ത് ഒന്നിനു പകരം ഒന്നായി എല്ലാ സ്കൂളുകളും ഗുണനിലവാരത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ വൈദിക സഹോദരങ്ങളുടെ അധ്വാനങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാം, സ്കൂളുകളിൽ പഠിക്കുന്ന 80% കുട്ടികൾ അറിവിന്റെ മേഖലയിൽ കൂടി കടന്നു പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ഏതാണ്ട് 20% കുട്ടികള് കലാകായിക രംഗങ്ങളിൽ കൂടിയൊക്കെയും ഈ സമൂഹത്തിന്റെ വലിയ വ്യക്താക്കളായി തീരുവാൻ അവരാഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യങ്ങള്. ഒരുപക്ഷെ നമ്മുടെ പല സ്കൂളുകളുടെയും ചില ചിത്രങ്ങളും അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജുകളൊക്കെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാണുമ്പോൾ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികള് ഇന്ന് ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് അവര് വലിയ ഉയർന്ന വലിയ വ്യക്താക്കളായി ശുശ്രൂഷകൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാം സ്വകാര്യമായ അഹങ്കാരം എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു അതിശയോക്തിയുമില്ല. ഹൈറേഞ്ച് മേഖലയില് ഏകദേശം തിരുവല്ല അതിരൂപതയ്ക്ക് 33 പള്ളികളും 18ഓളം വൈദിക സഹോദരങ്ങളും അതിനോട് ചേർന്ന സന്യസ്തരും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യങ്ങൾ. ആ നന്മകളെ കാണുവാനും കേൾക്കുവാനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ളതായ എല്ലാ അഭിനന്ദനങ്ങളും നന്ദിയും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. ഇതിന് തൊട്ടു മുമ്പ് ഞാൻ ഇവിടെ മാനേജറായിരുന്ന ഒരു സ്കൂൾ കൂടിയാണ്.